മോളെ? ഏയ് ഒന്നുമില്ല. നീ എന്താ വല്ലാതെ പരിഭ്രമിക്കുന്നല്ലോ? ഓ ഒന്നുമില്ല. രോഗം എനിക്ക് മനസ്സിലായി. പിന്നെ അനിയേട്ടൻ അറിയണ്ട നിന്റെ ഈ വിളിയും കാര്യങ്ങളൊക്കെ. എന്റെ മോൾക്ക് ഇഷ്ടമായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ആർഭാടമായി നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. ദേ ഇപ്പൊ എന്റെ മോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. സമയമാവുമ്പോ ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ. അയ്യോ ഇതിനിടയ്ക്ക് അനിയേട്ടൻ ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കാൻ മറന്നുപോയി. ഇപ്പൊ വരാവേ. എന്റെ ചേച്ചി ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? അല്ല, ശരിയാണ്. നീ ചെയ്യുന്നത് ശരിയാണ്. നിന്റെ ജീവിതം നിനക്ക് വലുത്. നിന്റെ ജീവിതം. ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. എന്തിന്? നീ ആരാ? ഭാമിനി, ഭാമിനി ഭട്ട്. രേണു വീട്ടിലെത്തിയല്ലേ? നീ അനിരുദ്ധ, നീ വെറുതെ സ്വപ്നങ്ങൾ കാണണ്ട. നിന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങുകയുള്ളൂ. അവള് പ്രസവിക്കില്ല. നോ ഭാമിനി. എത്ര നീ അലറി വിളിച്ചാലും ആ 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് പ്രതിധ്വനിക്കുകയുള്ളൂ. താൻ രഹസ്യമായി കാണുന്നത് എന്തും എന്റെ മുറികളിൽ പ്രതിധ്വനിക്കും. അതാണ് ഭാമിനി, ഭാമിനിയുടെ കഴിവ്. ഇല്ല, നീ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഇക്കാര്യത്തിൽ അനിരുദ്ധന് ജയിക്കണം. അതൊരു വാശിയല്ല, അനിരുദ്ധന്റെ ആവശ്യമാണ്. ആഗ്രഹിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിനക്ക് സാധിക്കുവാൻ കഴിയുമെന്ന നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, അത് ദൈവത്തോടുള്ള നിന്റെ വെല്ലുവിളിയാ. ആ വെല്ലുവിളിയെ നേരിടാൻ സാക്ഷാലോടെ തമ്പുരാൻ എന്നെ, ഈ ഭാമിനിയെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. നമുക്ക് കാണാമെന്ന് പറയുന്നില്ല, കാരണം അതിനൊരവസരം നിനക്ക് ദൈവം തന്നില്ലെങ്കിലോ. എങ്കിലും ആ ജഡമെങ്കിലും കാണാൻ ഞാൻ വരും. ഭാമിനി, ഭാമിനി. ഞാൻ രഹസ്യമായി സൂക്ഷിച്ച കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു? ഇക്കാര്യം വിശദമായി അറിയാവുന്നത് മുരളിക്ക് മാത്രമാണ്. എന്റെ വിശ്വാസം എന്നെ ചതിക്കുമോ? അവൻ എന്നെ ചതിക്കാൻ കഴിയൂ? ഇതിപ്പോ ഭാര്യയാണ് പ്രസവിക്കാൻ പോകുന്നതെങ്കിലും വേദന ഭർത്താവ് ഏറ്റെടുക്കുന്ന ലക്ഷണമാണല്ലോ. ഇങ്ങനെ ഒരു ഭർത്താവിനെയും ഭാര്യയും ഞാൻ ആദ്യമായിട്ട് കാണുക. അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? രേണുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? കൊച്ചു വയറ്റിൽ കിടന്ന് ചാടിക്കളിക്കല്ലേ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ച് ഫോളിക് ആസിഡ് ഗുളികകൾക്ക് കുറിച്ചിട്ടുണ്ട്. അത് എല്ലാ ദിവസവും കഴിക്കണം. ഒന്നിട വിട്ട് ഓരോ അയൺ ഗുളികയും, അത്രയുള്ളൂ. അല്ല ഡോക്ടർ, ഒരു സംശയം. ചോദിച്ചോളൂ. ഒരു ഡോക്ടറോട് നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞിരിക്കണം. അല്ല, ഈ സ്കാനിംഗ് ഒക്കെ വേണ്ടേ? ഓ അതോ, അതിനുള്ള സമയമായിട്ടില്ല. കുഞ്ഞിന്റെ വളർച്ചയും പിന്നെ മറ്റു വല്ല സംശയമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും മറ്റുമാണ് സ്കാനിംഗ്. തന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. 3-ാം മാസത്തിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ഇപ്പോഴേ ടെൻഷനൊന്നും വേണ്ട. ഒരു സ്കാനിംഗ് യൂണിറ്റ് അങ്ങ് തുടങ്ങിയാലോ? എന്തായാലും ഒരു ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു സ്കാനിംഗ് യൂണിറ്റ് കൂടി ഇരിക്കട്ടെ. അതിനെന്താ, യൂണിറ്റ് തുടങ്ങിക്കോളൂ. എന്റെ കേസുകളൊക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ആ അതിനൊക്കെ ഞങ്ങളെ നന്നായി കാണേണ്ടി വരും. ലോകത്തിൽ ആദ്യമായിട്ടാ ഭാര്യയുടെ പ്രസവത്തിനായി വീട് ഹോസ്പിറ്റലാക്കി മാറ്റുന്ന സംഭവം. ഇപ്പോ ഭാര്യയ്ക്ക് വേണ്ടി സ്കാനിംഗ് സെന്റർ തന്നെ തുടങ്ങാൻ പോകുന്നു. ആഹാ, ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക.
ഈ ബന്ധം എന്നും നിലനിർത്താൻ. ഞാൻ ഇറങ്ങുന്നു. എന്നാ എന്റെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ എനിക്ക് തരണം. തീർച്ചയായും. അനിരുദ്ധനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇങ്ങനെ കിടന്ന് അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ജീവിതത്തിന് കൃത്യമായ ഒരു അടിത്തറയില്ല. അതുകൊണ്ട് അനിരുദ്ധൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? റീത്തക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാം. അത് മറ്റൊന്നുമല്ല, എനിക്ക് അമേരിക്കയിൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് കയറണം. ഒപ്പം ഫാമിലി വിസയും. രേണുവിന്റെ പ്രസവം കഴിഞ്ഞിട്ട് മതി. എന്താ? ഓക്കെ, ഡോക്ടറുടെ ഈ ആഗ്രഹം തീർച്ചയായും ഞാൻ സാധിച്ചു. താങ്ക് യു. ശരി. ഡോക്ടർ റീത്ത വർഗീസ് അല്ലേ? അതെ. എന്നെ ഡോക്ടർക്ക് മനസ്സിലായി കാണില്ല. മിസ്റ്റർ അനിരുദ്ധൻ പറഞ്ഞിട്ട് വരിക. ഓ, ഓർക്കുന്നു. ഇപ്പോഴല്ലേ ഓർമ്മയിൽ വന്നത്? ഞാൻ അറിയും. എങ്ങനെ? വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓക്കെ. ഇരിക്കൂ. നോ താങ്ക് യു. അന്ന് അനിരുദ്ധന്റെ വിവാഹ വാർഷികത്തിന് അനിരുദ്ധൻ ഇലക്ഷനിൽ നിൽക്കുന്നുവെന്ന് അനൗൺസ് ചെയ്ത ആളല്ലേ? മറക്കാൻ പറ്റുമോ? എന്തായിരുന്നു പെർഫോമൻസ്? അനിരുദ്ധന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. ഇപ്പോൾ വന്നത് അനിരുദ്ധൻ ഡോക്ടറുടെയും ഫാമിലിയുടെയും ഒരു ഫാമിലി വിസയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അമേരിക്കയ്ക്ക്. ശ്ശോ, ഈ അനിരുദ്ധന്റെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വർക്കുകൾ നീക്കി വരുമ്പോ ഒരു സമയവും. നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ എത്രയും പെട്ടെന്ന് വിസ ശരിയാകും. നമ്മുടെ കമ്പനി തന്നെ ഡോക്ടറെ സ്പോൺസർ ചെയ്യുകയും ചെയ്യും. ഹസ്ബൻഡിന് തീരെ താല്പര്യമില്ല. അദ്ദേഹം എന്റെ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു. ഹസ്ബൻഡ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? അത് അയ്യോ, അദ്ദേഹം ഗവേഷണം നടത്തുകയാണ്. ഡോക്ടറേറ്റ് ആണ് ലക്ഷ്യം. അപ്പൊ രണ്ടും ഡോക്ടർമാർ. അതെ അതെ, അതുകൊണ്ട് ഫാമിലി വിസയുടെ കാര്യം. നീ ഇവിടെ എന്തെടുക്കുക? ഈ സാമ്പാറിന് ഉപ്പ് മതിയൊന്നൊന്ന് നോക്കിയേ. അയ്യോ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. മനസ്സിലായില്ലല്ലോ. ഇനി പറ, നിങ്ങളൊക്കെ ആരാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാന്
ഡോക്ടർ റീത്ത വർഗീസിന്റെ കെട്ടിയോനാ വർഗീസ്. അങ്ങ് നാട്ടില് കേട്ടിട്ടുണ്ടാവും. പള്ളേറ്റുവളയില ആ കുടുംബം വലിയ പണക്കാരല്ലയോ. എവിടെ അമ്മയൊക്കെ എന്റെ വീട്ടിൽ അടുക്കളയോലേക്ക് നിന്നിട്ടുള്ളതാ. അതിനിപ്പോ അവൾ എന്നോട് പ്രതികാരം ചെയ്യുന്നത് എന്നെ അടുക്കള കയറ്റിയ. ഓരോ യോഗം, അല്ലാതെ എന്തോ പറയാനാ. ഇദ്ദേഹം വലിയ തമാശക്കാരനാ. അയ്യോടിയേ ഇദ്ദേഹോ. എടീ, നീ എന്നെ അങ്ങനെ ഒന്നും വിളിക്കണ്ട. സാധാരണ വിളിക്കുന്ന ബഹുമാനമൊക്കെ മതി. എടോ അടോ പോടോ. കേക്കാൻ എന്തൊരു സുഖവാ. ദേ മനുഷ്യനെ, ഇവര് അനിരുദ്ധം പറഞ്ഞിട്ട് വന്നതാ. എന്തോത്തിന്? നമ്മളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പോവാ. ഓ, ഇവിടെങ്ങാനും കിടന്നങ്ങ് ചത്താ മതിയായിരുന്നു. ബൈ ദ ബൈ, ഞങ്ങൾക്കല്പ തിരക്കുണ്ട്. പാസ്പോർട്ട് മറ്റു ഡീറ്റെയിൽസും തന്നിരുന്നെങ്കിൽ. അയ്യോ, അതിനെന്താ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ പൊന്നു വെച്ചേ, ദേ അവളെ അമേരിക്കയിലോട്ടോ ചന്ദ്രനിലോട്ടോ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോയിക്കും. ഞാൻ വരുന്നില്ല. ആ പണ്ടാരം അങ്ങ് പോയാ പിന്നെ ഇവിടെ സുഖമായിട്ട് എന്തെങ്കിലും തിന്നും കുടിച്ചും കിടക്കാവല്ലോ. ഞാൻ നോക്കാം. ഓ അയ്യോ, ദേ അവള് വരുന്നു. കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ഈ കവറിലുണ്ട്. ഓക്കെ, വിസ ഞാൻ ശരിയാക്കി തരും. വലിയ ഉപകാരമായി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. പ്രത്യുപകാരം ചെയ്തു തരണം. ഇപ്പൊ വേണ്ട. അമേരിക്കയിലെ റോയൽ സെറ്റപ്പിൽ ജീവിക്കുമ്പോ ഈ ഭാമിനെ ഓർമ്മിക്കുമല്ലോ. തീർച്ചയായും. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ റീത്ത വർഗീസിന്റെ സഹായം എനിക്ക് വേണം. ഓക്കെ? ഓക്കെ. ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുക. ഡോക്ടർ റീത്ത വർഗീസിന് മാത്രം നടത്തുവാൻ സാധിക്കുന്ന ഒരു സഹായം. താമസിയാതെ നമുക്ക് വീണ്ടും കാണാം. ശരി. ഭാമിനിയും അനിരുദ്ധനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? ഭാമിനി അനിരുദ്ധനെ ഇത്തരത്തിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു കഥ ഒളിഞ്ഞു കിടപ്പുണ്ട്. അനിരുദ്ധന്റെയും ഭാമിനിയുടെയും മനസ്സിൽ മാത്രം കിടക്കുന്ന ആ കഥ എന്താണ്? അതറിയണം. എങ്കിൽ മാത്രമേ നമുക്കിനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. കറക്റ്റ്. അതിന് എന്താ ഒരു വഴി? വഴിയുണ്ട്. നമ്മുടെ MLA സക്രിയെ പൊക്കിയാൽ അത് നടക്കും. ആ വഴിയൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ അയാൾക്ക് യാതൊന്നും ഇതേവരെ അറിയില്ല. ഇതുവരെയുള്ളതങ്ങ് വിട്. ഇനിയുള്ള നിമിഷങ്ങൾ അനിരുദ്ധിനെ ഫോളോ ചെയ്യുന്ന ഷാഡോ പോലീസായി സക്രിയ മാറണം. ഏതു വിധേനയും അതറിഞ്ഞാലേ നമ്മുടെ ബന്ധങ്ങൾ തകർച്ചയില്ലാതെ സൂക്ഷിക്കാൻ പറ്റൂ. സക്കറിയെ പൊക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. ഈ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ അനിരുദ്ധന്റെ മനസാക്ഷി സൂക്ഷിപ്പാരൻ തന്നെയാണ്. ആ മനസാക്ഷിക്കുള്ളിൽ ഭാമിനിയുടെ ചിത്രമില്ല. ഭാമിനി എന്നല്ല, ഒരു സ്ത്രീയുടെയും. അത്തരം ബന്ധങ്ങളുടെ പേരിലുള്ള വികാരവും വിചാരവും ഒന്നും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുമില്ല. പ്രസന്റ് കണ്ടീഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അനിരുദ്ധന്റെ ഭൂതകാലം. ആ ഭൂതകാലത്തിൽ എവിടെയെങ്കിലും ഭാമിനിക്കൊരു സ്ഥാനമുണ്ട്. അത് നമ്മൾ അറിയേണ്ടതാണ്. സക്കറി വിചാരിച്ചാൽ തീർച്ചയായും നടക്കും. തനിക്കറിയാലോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ പിന്നിൽ അനിരുദ്ധന്റെ വിശാലമായ മനസ്സാണ്. ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ സോറി, വേദനിപ്പിക്കാൻ എനിക്കാവില്ല. കാരണം ഞാൻ അനിരുദ്ധൻ തരുന്ന ചോറാണ് കഴിക്കുന്നത്. ഈ സെന്റിമെന്റ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ കുറുക്കന്റെ കണ്ണുള്ള അനിരുദ്ധൻ തന്നിലൂടെ നേട്ടങ്ങളുണ്ടാക്കി. തന്നെ ഉപയോഗിച്ച്, തന്റെ MLA എന്ന 3 അക്ഷരം ഉപയോഗിച്ച് എന്തൊക്കെ നേടി? അതെന്താ താൻ മനസ്സിലാക്കാത്ത? കടപ്പുറത്ത് ചാളയമാരി നടന്ന സക്രിയ ജില്ലാ കളക്ടർ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആരാണ് ഈ MLA കസേര എനിക്ക് തന്നത്? ഈ തന്ന കസേരയ്ക്ക് പകരം ഒന്നും അനിരുദ്ധിനെതിരെ ചെയ്തിട്ടില്ല.
ചെയ്തിട്ടുണ്ടെന്നുള്ള തോന്നൽ എന്നുണ്ടാവുന്നോ അന്ന് സക്കറിയ മനുഷ്യനല്ലാതായി തീരും എന്നാണ് എന്റെ വിശ്വാസം. എടോ, താൻ പറയുന്ന മനസ്സിലാക്കി. താൻ അനിരുദ്ധനിൽ നിന്ന് അകലണമെന്നോ അനിരുദ്ധനെ തകർക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അനിരുദ്ധനും തനിക്കും എനിക്കുമൊക്കെ ഭീഷണിയായി നിൽക്കുന്ന ഭാമിനിയെ തകർക്കുവാൻ ഭാമിനിയുടെ ഉത്ഭവം അറിയണം. അതിന് അനിരുദ്ധന്റെ മനസ്സും അറിയണം. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ്. താൻ വിഷമിക്കണ്ട. എല്ലാ ബന്ധങ്ങളും നിലനിർത്തി ഞാനതറിയും. അവളുടെ തുടക്കം, ഒപ്പം അനിരുദ്ധന്റെ ഭൂതകാലം, എല്ലാം പറഞ്ഞ പോലെ. ഇനി നമ്മള് ആ കഥ പറയാൻ വേണ്ടി ഒന്നിച്ചു കൂടും. ഓക്കെ? ഗുഡ് സക്കറിയ. കൈയോടെ മനസ്സുപോലെ തന്നെ കൈ